നമസ്കാരം. ശ്രീമദ് ഭഗവത്ഗീത 4-ാം അധ്യായം തുടക്കം. 2-ാം അധ്യായത്തിലെയും 3-ാം അധ്യായത്തിലെയും ശ്ലോകങ്ങളെടുത്ത് ചെറു വീഡിയോകളായി നാം ചർച്ച ചെയ്തിരുന്നു. അതിൽ പറഞ്ഞ ജ്ഞാനയോഗം, സാഖ്യയോഗം, അതിനെ തുടർന്ന് കർമ്മയോഗം, ബുദ്ധിയോഗം, ഇത് രണ്ടിനെയും വിശദമായി ചർച്ച ചെയ്തു. ഇനി അത് കഴിഞ്ഞ് ഈ കർമ്മയോഗത്തിൻ്റെ അല്ലെങ്കിൽ ഈ യോഗത്തിൻ്റെ പരമ്പരാശുദ്ധിയെ പ്രതിപാദിക്കുകയാണ്. പരമ്പരയായി ഇതെങ്ങനെ എത്തിച്ചേർന്നു, ഈശ്വരിങ്കൽ നിന്നും ഈ യോഗത്തെ എങ്ങനെ നമുക്ക് നൽകപ്പെട്ടു എന്ന് ഇവിടെ പറയുകയാണ് ഈ 4-ാം അധ്യായത്തിൽ തുടക്കത്തിൽ. അതുപോലെ തന്നെ അവതാര രഹസ്യത്തിൻ്റെ കാര്യവും കൂടി ഇതിലേക്ക് ഉൾപ്പെടുത്തി ഈ 4-ാം അധ്യായം തുടങ്ങുകയാണ്. ശ്രീ ഭഗവാനുവാച ഇമം വിഭസ്വതേ യോഗം പ്രോക്തവാനഹമവ്യയം വിഭസ്വാൻ മനവേ പ്രാഹ മനുരിച്ഛാകവേ ബ്രവീത്. അഹം അവ്യയം ഇമം യോഗം വിഭസ്വതേ പ്രോക്തവാൻ. ഈ അവ്യയമായ നാശമില്ലാത്ത ഈ യോഗത്തെ, ഈ കർമ്മയോഗത്തെ അല്ലെങ്കിൽ ഈ ജ്ഞാനയോഗത്തോടു കൂടിയ ഈ കർമ്മയോഗത്തെ ഞാൻ ആർക്ക് പറഞ്ഞു കൊടുത്തു? വിവസ്വതയെ പ്രോക്തവാൻ, വിവസ്വാനായിട്ട്, സൂര്യനായിട്ട് പറഞ്ഞു കൊടുത്തു. സൂര്യൻ അത് ആർക്ക് നൽകി ഉപദേശിച്ചു? തൻ്റെ മകനായ മനവേ പ്രാഹ, മനുവിനായിക്കൊണ്ട് പറഞ്ഞു കൊടുത്തു. മനുഹു ഇച്ഛാഗവേ അബ്രവീത്. മനു തൻ്റെ ഒന്നാമത്തെ രാജാവായ മകന് മനു ഇക്ഷാകുവിന് ഉപദേശിച്ചു. അങ്ങനെ ഇത് ക്ഷത്രിയന്മാരിലാണ് ഈ ജ്ഞാനം, കർമ്മയോഗവും യോഗജ്ഞാനവും തത്വജ്ഞാനവും എല്ലാം അവർക്കാണ് ഉപദേശിച്ചത്. അപ്പോൾ എന്തുകൊണ്ട് ക്ഷത്രിയന്മാർക്ക് ഉപദേശിച്ചു എന്ന് പറയുന്നത്? ഈ ക്ഷത്രിയ രാജാക്കന്മാരാണ് അന്ന് ആദ്യം ഇതെല്ലാം ഉപദേശിച്ചത്. കാരണം ഇതിന് ബലം വേണം. ഈ യോഗത്തെ സംരക്ഷിക്കാൻ, ഈ യോഗത്തെ നിലനിർത്താൻ, അത് പരമ്പരയാ മുന്നോട്ട് നീങ്ങാൻ ബലം വേണം, ശക്തി വേണം. അത് ക്ഷത്രിയന്മാർക്കേ ഉള്ളൂ. അതുകൊണ്ടാണ് ക്ഷത്രിയ വംശജർക്ക് ഉപദേശിച്ചു എന്നത് പറയുന്നത്. അപ്പോൾ അതിലൂടെ എന്തുണ്ടായി? സാധുക്കളെ, ഈ ബ്രഹ്മജ്ഞാനത്തിന് മാത്രം നീങ്ങുന്ന സാധുക്കളെയും അതുപോലെ ക്ഷത്രിയന്മാരെയും നിലനിർത്തിക്കൊണ്ട് പരിപാലിച്ച് ജഗത് പരിപാലിച്ചുകൊണ്ട് നടക്കുന്നതായിട്ട് ഈ ക്ഷത്രിയന്മാർക്ക് ഉപദേശിച്ചുകൊണ്ട് ഭഗവാൻ അങ്ങനെ കണ്ടു. ഇതാണ് ശങ്കരഭാഷ്യത്തിലും പറയുന്നത്. ആദ്യം ഉപദേശിച്ചത് ക്ഷത്രിയർക്കായത് അവരുടെ ഈ ജഗത് പരിപാലനത്തിന് തന്നെയാണ്. ഈ യോഗങ്ങളെല്ലാം നഷ്ടമാകാതെ അതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് അത് ഉപദേശിച്ചത്. പരമ്പരയായിട്ട് അത് ഓരോരുത്തർക്കായി കൈമാറ്റം ചെയ്തു വന്നു. ഏവം പരമ്പരാ പ്രാപ്തം ഇമം രാജർഷയോ വിദുഹു സ കാലേനേഹമഹതാ യോഗോ നഷ്ട പരന്തപ. ഇപ്പോൾ അവിടെ രാജാവുമാണ്, ഋഷിയുമാണ്, രാജർഷികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ പരന്തപ, അലയോ അർജുന, രാജർഷയ ഏവം പരമ്പരാപ്രാപ്തം ഈ ഇമം വിദുഹു. ശ്രേഷ്ഠന്മാരായ രാജാക്കന്മാർ, രാജഋഷികളെ ഏവം പരമ്പരാപ്രാപ്തം ഇമം വിദുഹു, ഇങ്ങനെ വഴിയായി വന്ന ഈ യോഗത്തെ അറിഞ്ഞു. എന്നിട്ടോ സഹ യോഗ മഹതാകാലേന ഇഹ നഷ്ട. ആ യോഗം മഹതാകാലേന, നീണ്ട കാലം കൊണ്ട് പലരിലൂടെയും ചെന്ന് അത് പോകുന്തോറും അതിനെ ശരിയായി അനുവർത്തിക്കാതെ രാഗദ്വേഷങ്ങളിൽ പെട്ടുകൊണ്ട് അധർമ്മങ്ങളിലേക്ക് നീങ്ങിക്കൊണ്ട്, അല്ലെങ്കിൽ ഈ ധർമ്മത്തെ പരിപാലിക്കാതെ ഈ യോഗത്തിന് എന്തുപറ്റി? ഈ ലോകത്തിൽ അവയെല്ലാം നഷ്ടപ്രായമായി. ഈ യോഗത്തെ ഉപദേശിച്ചത് വന്നത് ഭഗവാൻ മുന്നേ ഉപദേശിച്ച കാര്യമാണ്. ഇപ്പം അർജുനോട് പുതുതായി പറയുന്നതൊന്നുമല്ല ഇത് മുന്നേ സൂര്യഭഗവാനിലൂടെ, മനുവിലൂടെ, ഇക്ഷാകുവിലൂടെ, രാജഋഷികളിലൂടെ അങ്ങനെ പരമ്പരയായി ഇത് ഉപദേശിച്ചു വന്ന കാര്യങ്ങളാണ്. പക്ഷെ അത് മഹതാകാലേന, കാലക്രമേണ അതെന്ത് പറ്റി? അത് നഷ്ടമായി. ഏതൊരു കാര്യവും നിലനിർത്തി കൊണ്ടുപോകുന്നത് അതിൽ തന്നെ അതിനെ നിലനിർത്താൻ ധാർമ്മികമായിട്ട് ഉത്തരവാദിത്തമുള്ളവർ ശരിയായ രീതിയിൽ കൊണ്ടുപോകണം. പക്ഷേ അത് കാലക്രമേണ അത് നഷ്ടമായി. അപ്പോൾ വീണ്ടും അതിനെന്ത് ചെയ്തു? ഇപ്പോൾ ഭഗവാൻ ഇവിടെ അർജുനായി ഉപദേശിക്കുകയാണ് അത് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ എപ്പോൾ ഇതിന് നാശമുണ്ടാവുന്നോ, ഈ യോഗത്തിന് ഇതിലൂടെ പോകുമ്പോൾ ധർമ്മത്തിന് നാശമുണ്ടായി, ധർമ്മച്യുതി ഉണ്ടായി, അപ്പോൾ ഭഗവാൻ ഇതിനെ ഉപദേശിച്ചു കൊണ്ടിരിക്കും.
അല്ലേ? ഇപ്പം നമ്മുടെ ബുദ്ധിയിലാണെങ്കിലും നമുക്ക് നമ്മൾ അധർമ്മത്തിലേക്ക് നീങ്ങുമ്പോൾ നമ്മുടെ ബുദ്ധിയിൽ ഭഗവാൻ തെളിയുന്നുണ്ട്, അവതരിക്കുന്നുണ്ട്. അവതാരം എന്നുള്ളത് നമ്മുടെ ബുദ്ധിയിൽ തെളിയുന്നുണ്ട്, അത് ശരിയല്ല എന്ന് അറിഞ്ഞതോടുകൂടി. എന്നിട്ട് പോലും നമ്മളെ രാഗദ്വേഷങ്ങളിലൂടെ എന്ത് ചെയ്യുന്നു, കാമക്രോധങ്ങളിലൂടെ ഈ വിഷയങ്ങളിലേക്ക് രാഗത്തോടു കൂടി ചെന്ന് അതിൽ ബന്ധനസ്ഥനായിരുന്നു, അല്ലെങ്കിൽ തെറ്റായ അധർമ്മമായ കാര്യങ്ങളിലേക്ക് നീങ്ങുന്നു. നമ്മുടെ ബുദ്ധി ഉപദേശിക്കാതെയല്ല, നമുക്ക് തെറ്റും ശരിയും ബുദ്ധി കാണിച്ചു തരുന്നുണ്ട്. എല്ലാവരുടെ ബുദ്ധിയിലും അത് ഉദിക്കുന്നുണ്ട്, ഭഗവാൻ ഉദിക്കുന്നുണ്ട്. എങ്കിലും അതെന്ത് വരുന്നു, നമ്മൾ ഈ വിഷയാസക്തരായിട്ട് സ്വാർത്ഥ ബുദ്ധി കൊണ്ട് നമ്മൾ ഈ വിഷയങ്ങളിലേക്ക്, ആത്മീയമായാലും അത് ലൗകികമായാലും വിഷയബുദ്ധി കൊണ്ട് നമ്മൾ പല തെറ്റുകളും ചെയ്തു വരുന്നു. അപ്പം അതിലൂടെ എന്തുണ്ടാകുന്നു, ഈ യോഗം പറഞ്ഞു തന്ന യോഗം കാലക്രമേണ നഷ്ടപ്രായമാകും. അത് ശരിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നില്ല, അല്ലെങ്കിൽ കേൾക്കാൻ അതിന് ആളില്ലാതാവും. അവർക്ക് താല്പര്യം വിഷയങ്ങളിലോടാണ്, വിഷയ താല്പര്യങ്ങളാണ്. വസ്തുക്കളെ കിട്ടണം, അല്ലെങ്കിൽ മാനം, വലിയ വലിയ പ്രശസ്തിയും കാര്യങ്ങളും കിട്ടണം. അങ്ങനെയുള്ള പല കാര്യങ്ങൾക്കായിട്ട് പല ഈ ലൗകിക ആത്മീയ കാര്യങ്ങൾ ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് ഇതൊന്നും കേൾക്കാൻ നേരമില്ല, കേട്ടാലും അവർക്ക് മനസ്സിലാവില്ല. ഈശ്വരം എന്ന് പറഞ്ഞാൽ ഇന്ന് മനസ്സിലാവില്ല എന്ന പോലെയാണ്. കാരണം അത്രയ്ക്കും അധപ്പതിക്കുക എന്ന് പറഞ്ഞാൽ വിഷയലോലുപരായി, അല്ലെങ്കിൽ ഈ ഈശ്വര ചിന്തകളൊന്നും ഇല്ലാതെ അങ്ങനെ നമ്മൾ മാറിക്കഴിഞ്ഞു. നമ്മുടെ സ്വാർത്ഥത അത്രയ്ക്കും കൂടിക്കൂടി വരികയാണ് ചെയ്തത്. അപ്പോൾ അങ്ങനെ ഈ നഷ്ടപ്രായമായപ്പോൾ അവിടെ എന്ത് ചെയ്തു, സ ഏവായം മയാ തേ അദ്യ യോഗഃ പ്രോക്തഃ പുരാതനഃ ഭക്തോസി മേ സഖാ ചേതി രഹസ്യം ഹേതദുത്തമം ത്വം മേ ഭക്തഃ സഖാ ച അസി. നീ എൻ്റെ ഭക്തനും സഖാവുമാണ്. അപ്പം അങ്ങനെയുള്ളവരെ ഉപദേശിച്ചിട്ടേ കാര്യമുള്ളൂ, ശ്രദ്ധ വേണം. അപ്പം ആര് പറയുന്നു എന്നുള്ള കൂടി ജനങ്ങൾ, അത് ഭഗവാന്റെ വാക്കുകളാണ് പറയുന്നത് കൂടി, ആര് പറയുന്നു, എന്താ പറയുന്നത്, അവരെങ്ങനെയാണ്, ഇതൊക്കെയാണ് നമ്മൾ നോക്കുന്നത്. അല്ലാണ്ട് ഭഗവത് വാക്യങ്ങളാണ്, ഭഗവത്ഗീതയാണ് പറയുന്നത് എന്നതുപോലും ശ്രദ്ധയില്ല. ഭഗവത്ഗീതയിലുള്ളതല്ലേ പറയുന്നത്, അത് ഭഗവത്ഗീതയെ മനസ്സിലാക്കാനല്ലേ ശ്രമിക്കേണ്ടത്, ഭഗവാന്റെ വാക്കുകളല്ലേ മനസ്സിലാക്കാൻ ശ്രമിക്കേണ്ടത്. അത്ര പോലും നമുക്ക് ആ ഒരു നമ്മുടെ സ്വാർത്ഥ ബുദ്ധി കൊണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ഈഗോ അങ്ങനെയുള്ളതെല്ലാം വർദ്ധിച്ചത് കാരണം അങ്ങനെയുള്ളതൊന്നും ശ്രമിക്കുന്നില്ല. അപ്പോൾ ഭക്തനും സഖാവുമാണ്. ഭക്തൻ മാത്രമല്ല, ശ്രദ്ധാഭക്തി മാത്രമല്ല, നീ എൻ്റെ എൻ്റെ ചങ്ങാതി കൂടിയാണ്, സഖാവ് കൂടിയാണ്. അതുകൊണ്ട് ഇതി പുരാതനഃ സഹ അയം യോഗഃ ഏവ തേ അദ്യ മയാ പ്രോക്തഃ. അതെങ്ങനെയാണ്, ഹി ഏതത് ഉത്തമം രഹസ്യം, ഇത് ശ്രേഷ്ഠവും ഉത്തമവും രഹസ്യവുമാണ്, ഗോപ്യവുമാണ്. അങ്ങനെ ശ്രേഷ്ഠമായ ഗോപ്യമായ ഈ ജ്ഞാനത്തെ, പുരാതനമായ പണ്ടുപണ്ടേയുള്ള ഈ യോഗത്തെ നിനക്ക് ഇപ്പോൾ എന്നാൽ പറയപ്പെട്ടിരിക്കുന്നു. എന്തുകൊണ്ടാ, നീ എൻ്റെ ഭക്തനും സഖാവുമാണ്. എന്നിരിക്കെ ഞാൻ ഉപദേശിക്കുന്നതിന് ഫലം കാണും, ഇല്ലെങ്കിൽ ഫലം കാണില്ല. അവർക്ക് അതിനുള്ള ശ്രദ്ധയില്ല, ഭക്തി ഇല്ലെങ്കിൽ പിന്നെ അതിനെ സ്വീകരിക്കില്ലല്ലോ. അപ്പോൾ പിന്നെ ഏത് വഴിക്കാണ് പോകുന്നതെന്നുള്ളത് ആ വഴിക്ക് അവർ പോകും. അതുകൊണ്ട് നീ എൻ്റെ ഭക്തനും സഖാവും ആയിരിക്കെ നിനക്ക് ഞാൻ ആ നഷ്ടപ്പെട്ട യോഗത്തെ വീണ്ടും ഇവിടെ ഉപദേശിക്കുകയാണ്. നിന്നിലൂടെ അത് ആർക്ക് ഉപദേശിക്കുന്നു, നമ്മളെപ്പോലുള്ള സാധകർക്കായിട്ട്, നമുക്കായിക്കൊണ്ട്, ഓരോരുത്തർക്കുമായിക്കൊണ്ട് ഭഗവാൻ ഇവിടെ ഭഗവത്ഗീതയെ ഉപദേശിച്ചിരിക്കുകയാണ്. അങ്ങനെയാണ് വേദവ്യാസ മഹർഷി പറയുന്നത്. ഭഗവാൻ ഉപദേശിച്ചത് അർജുനൻ എന്നുള്ള ഒരു വ്യക്തിക്കല്ല, അർജുനനിലൂടെ ഈ ജഗത് പരിപാലനത്തിന് തന്നെയാണ് എന്നതാണ് ഇവിടെ കാണേണ്ടത്. ഇവിടെ ഭഗവത്ഗീതയാണ് പറഞ്ഞത്, ഇവിടെ ഭഗവത്ഗീതയാണ് ചർച്ച ചെയ്യുന്നത്. നമ്മുടെ യുക്തിക്കനുസരിച്ച് അതിനെ കേട്ടതിനെ യുക്തിക്കനുസരിച്ച് വിചാരം ചെയ്ത് അതിനെ ഗ്രഹിക്കണം എന്നതാണ് കാര്യം. അല്ലെ ഇതിപ്പോൾ ആര് എഴുതി, ആര് പറയുന്നു, അല്ലെങ്കിൽ ആര് ഇതിനെ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്നു, ഇങ്ങനെയുള്ളതൊന്നും വലിയ പ്രസക്തിയുള്ള കാര്യമല്ല. നമുക്കറിയേണ്ടത് ഭഗവത്ഗീതയാണ്. അപ്പോൾ ഭഗവത്ഗീതയെ നമ്മൾ ആ രീതിയിൽ കണ്ടുകൊണ്ട്, ഭഗവത്ഗീതയെ മനസ്സിലാക്കാൻ നമുക്ക് സമയമെടുത്തുകൊണ്ട് അതിൽ പറയുന്ന തത്വങ്ങളെ മനസ്സിലാക്കി അത് നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്തേണ്ടതാണ്. സ്വാർത്ഥതയില്ലാതെ ധർമ്മത്തിലൂടെ ചരിക്കുക, അധർമ്മത്തിൽ പോകാതിരിക്കുക, അധർമ്മത്തിൽ ചരിക്കുന്നവരെ കൂടെ നിൽക്കാതിരിക്കുക. അങ്ങനെ ധർമ്മത്തിലൂടെ നമുക്ക് മോക്ഷത്തെ, അല്ലെങ്കിൽ നമ്മുടെ ചിത്തശുദ്ധിയെ കർമ്മയോഗമായി കണ്ടുകൊണ്ട് കർമ്മത്തെ ചെയ്ത് ചിത്തശുദ്ധിയെ നേടണം. അതിലൂടെ മാത്രമേ നമ്മുടെ ഈ ജീവിതം തന്നെ ഒരു യജ്ഞമാക്കി മാറ്റി, ഭഗവത് സമർപ്പണമാക്കി മാറ്റി നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകണം. അങ്ങനെ ചെയ്താൽ മാത്രമേ നമുക്ക് ആത്മീയമായ പുരോഗതി ഉണ്ടാവുള്ളൂ. ആത്മീയ പുരോഗതി പറഞ്ഞാൽ ഈ അഹന്ത, മമത,
ഇതൊക്കെ തന്നെയാണ് നാശങ്ങൾ ഉണ്ടാവുന്നത്. നമ്മൾ ശ്രദ്ധിക്കുന്നത് നമ്മുടെ ആത്മീയതയിലൂടെ നമുക്ക് ഇതാണോ ഉണ്ടായിരിക്കുന്നത്, അതോ നമ്മൾ വീണ്ടും അഹന്തയും മമതയും ഞാൻ എൻ്റെ എന്നുള്ളതിലാണോ പിടിച്ചു നിൽക്കുന്നത് എങ്കിൽ നമ്മൾ വീണ്ടും നമ്മൾ ആത്മീയതയുമായിട്ട് പുരോഗമനം നമുക്ക് ഇല്ല എന്ന് കാണണം. എല്ലാം ഈശ്വരാർപ്പണമായി ചെയ്യുന്നവിടെ ഈ അഹന്ത മമതകൾ ഉണ്ടാവില്ലല്ലോ. അപ്പോൾ നമ്മൾ നമ്മളെ തന്നെ ചിന്തിക്കേണ്ടതാണ് നമ്മൾ പോകുന്ന വഴി. ഈ ഭഗവത് ഉപദേശത്തെ ക്ഷത്രിയന്മാരിലൂടെ വന്നതാണ്, അത് കാലക്രമേണ നഷ്ടപ്പെട്ടു. അത് വീണ്ടും ഭഗവാൻ അർജുനിലൂടെ വീണ്ടും അതിനെ പുനഃപ്രതിഷ്ഠിക്കുകയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. അത് വീണ്ടും അത് കാലക്രമേണ വീണ്ടും നഷ്ടമാവും. വീണ്ടും അത് ഓരോ ഉപദേശങ്ങളായിട്ട് മഹാത്മാക്കൾ ഇവിടെ ഇങ്ങനെ അവതരിക്കും. അവരിലൂടെ ഈ ഭഗവത് വചനങ്ങൾ പല രീതിയിലും പല രൂപത്തിലും നമ്മളിലേക്ക് എത്തിച്ചേരും. അപ്പോൾ ഇതെല്ലാം ഈശ്വര ഇച്ഛ കൊണ്ടാണ് നടക്കുന്നത് എന്നറിഞ്ഞുകൊണ്ട് നമ്മൾ ഈശ്വരനായിക്കൊണ്ട് ഈശ്വരാർത്ഥം നമ്മൾ കർമ്മങ്ങൾ ചെയ്ത് ഫല ഇച്ഛയില്ലാതെ ഈ ജഗത് പരിപാലനത്തെ നമ്മളിലൂടെയും ഓരോ വ്യക്തികളിലൂടെയും ഈ പ്രപഞ്ചത്തെ സംരക്ഷിക്കേണ്ട, പ്രകൃതിയെ സംരക്ഷിക്കേണ്ട ചുമതലയുണ്ട്. അതുകൊണ്ട് അത് ചെയ്തുകൊണ്ട് ഈ തത്വത്തെ ബോധിക്കണം. ഇപ്പോൾ നമ്മൾ ജഗത് പരിപാലനം അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് സേവനം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ലോകത്തിന് നമ്മളെ കൊണ്ട് യഥാർത്ഥത്തിൽ ഈ സേവനം ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. എല്ലാം ഈശ്വരൻ്റെ സൃഷ്ടിയായിരിക്കെ ഈശ്വരൻ ചെയ്തുകൊള്ളുമല്ലോ നമ്മൾ. പക്ഷേ നമ്മളാരെയും നേരാക്കാനോ നമ്മളാരെയും നന്നാക്കാനോ അല്ല ശ്രമിക്കുന്നത്. ഇതിലൂടെ സ്വയം അവരവർ തന്നെയാണ് നന്നാവുന്നത്, അവരവർക്കായിട്ടാണ് നന്നാകുന്നത് എന്നതാണ് കണ്ടത്. ഈ ലോകസേവന അതിപ്പോൾ ഈ ജ്ഞാനങ്ങൾ നമ്മൾ ദാനം ചെയ്യുന്നുണ്ടെങ്കിലും മറ്റെന്ത് ദാനം ചെയ്യുകയാണെങ്കിലും എങ്ങനെയായാലും ഇത് ലോകത്തിൽ ആരെയും നന്നാക്കാനൊന്നുമില്ല, ആരെയും നന്നാക്കാനും സാധ്യമല്ല. ഇത് ആരെയും പിടിച്ചിരുത്തി കേൾപ്പിക്കാനും പറ്റില്ല. അല്ലെങ്കിൽ ആർക്കെങ്കിലും എന്തെങ്കിലും വസ്തുക്കൾ കൊടുത്താൽ പോലും അത് നല്ല രീതിയിൽ കൊണ്ടുപോകണമെന്നില്ല. അപ്പം ഇതെല്ലാം അവരവർ തീരുമാനിക്കുന്ന പോലെയാണ്. അവരവരുടെ ചെയ്യുന്നവരുടെ ഉന്നതിക്കായിട്ടാണ് അവരത് ചെയ്യുന്നത്. അവരുടെ ആത്മീയമായ പുരോഗതിക്കാണ് അവർ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഈ ലോകത്തോട് നമ്മൾ നിൽക്കേണ്ടത് നമ്മുടെ പുരോഗതിക്കാണ്. അല്ലെങ്കിൽ ലോക നന്മയ്ക്കായി ഞാൻ ചെയ്യുന്നു എന്നുള്ള അഹന്ത വളർത്താനല്ല വേണ്ടത്. അഹന്ത വളരെയല്ല ചെയ്യേണ്ടത്. ഈ അഹന്തയല്ല കണ്ട് ഈ അഹന്ത ത്യാഗമാണ് ഇതിലൂടെ ഉണ്ടാവേണ്ടത്. അതിനാണ് ഈ ലോക സേവനത്തിലേക്ക് ഇറങ്ങാൻ പറയുന്നത്. അല്ലാതെ ഈ ലോകത്തിനെ നേരാക്കാൻ നമ്മളെ കൊണ്ടൊന്നും ആവില്ല. ഒരു വ്യക്തിയെ പോലും നേരാക്കാൻ നമുക്ക് സാധിക്കില്ല. അതാത് വ്യക്തികൾ അവരവർ വിചാരിച്ചാലേ നടക്കുള്ളൂ എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ അങ്ങനെ ഭഗവാൻ ഇവിടെ അർജുനനായിട്ട് നീ എൻ്റെ ഭക്തനും സഖാവും ആയിരിക്കെ ഞാൻ നിന്നെ ഇത് ഉപദേശിക്കുന്നു. അല്ലാതെ നമ്മൾ ഒരാളെയും പിടിച്ചിരുത്തിയിട്ടൊന്നും ഭഗവത്ഗീത പറഞ്ഞു കൊടുത്തിട്ടോ അല്ലെങ്കിൽ നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടോ കാര്യമില്ല. ഏത് കാര്യങ്ങളും അവരവർക്ക് തോന്നേണ്ടതാണ്, അവരവർക്ക് മനസ്സിലാകേണ്ടതാണ്. അപ്പോൾ അവരവരുടെ യുക്തി കൊണ്ട് തന്നെയാണ് ഇത് ചെയ്യേണ്ടത്. യുക്തിയെ നഷ്ടപ്പെടുത്തി എല്ലാ ആത്മീയതയിൽ നീങ്ങേണ്ടത്. യുക്തിയുക്തമായി ചിന്തിക്കണം, യുക്തിയുക്തമായത് സ്വീകരിക്കണം. അത് ആത്മീയതയിലായാലും. അതുകൊണ്ടാണ് ഊഹാപോഹ വിചക്ഷണൻ എന്ന് പറയുന്നത്. ഒരു സാധകൻ ഊഹാപോഹ വിചക്ഷണനായിരിക്കണം. അപ്പോഴേ അവൻ അതിന് അധികാരിയാകുന്നുള്ളൂ. അല്ലാതെ ഈ കേട്ടതിനെ അങ്ങനെ വിശ്വസിച്ച് വിഴുങ്ങുന്നവരല്ല. കാര്യങ്ങളെ യുക്തിപൂർവ്വം ചിന്തിച്ച് ഭഗവത് വചനങ്ങളെ മനസ്സിലാക്കി അതിലൂടെ മുന്നോട്ട് ആത്മീയമായ പുരോഗതിക്ക് നീങ്ങണമെന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അടുത്ത ശ്ലോകം നമുക്ക് അടുത്ത ചെറു വീഡിയോയിൽ ചർച്ച ചെയ്യാവുന്നതാണ്. നമസ്കാരം.